അങ്ങനെ നമ്മുടെ KT ജലീൽ ആദ്യമായി ഒരു കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. TG കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല, പക്ഷേ അത് ഫേസ്ബുക്കിലുണ്ട് എന്ന് TV-ക്കാർ പറഞ്ഞ് ഞാൻ കേട്ടു. അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതല്ല, മറ്റൊരാളുടെ കമൻറ്റിന് താഴെ വന്നൊരു പ്രതികരണമാണ്. അപ്പോൾ ഇന്നലെ അധ്യാപക ദിനമായിരുന്നല്ലോ. അധ്യാപക ദിനമായിരുന്നപ്പോൾ ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, പേരിനല്ല, ഈ വിഷയത്തിനാണ് പ്രസക്തി ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നു, ഈ രാഷ്ട്രീയത്തിലൊന്നും വന്നില്ലായിരുന്നെങ്കിൽ PSMO കോളേജിലെ പ്രിൻസിപ്പൾ ആവേണ്ട ആളായിരുന്നു KT ജലീൽ. അങ്ങനെയുള്ള നിങ്ങൾ അന്ന് ആ നിയമസഭയിൽ 2015 നിയമസഭയിൽ കയറി അലമ്പുണ്ടാക്കി ആ സ്പീക്കറുടെ കസേരയൊക്കെ വലിച്ച് ദൂരെ കളഞ്ഞത് ജയരാജൻ്റെ കൂടെ വളരെ മോശമായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ജലീൽ പറഞ്ഞു, ശരിയാണ്, ഞാൻ ആ കസേരയിൽ തൊടാൻ പോലും പാടില്ലായിരുന്നു. നമ്മളൊക്കെ മനുഷ്യരല്ലേ, വികാര വിക്ഷോഭം വന്നപ്പോൾ അങ്ങനെ ചെയ്തു പോയി. അപ്പോൾ ഇത് കോടതിയുടെ പരിഗണനയിൽ വിചാരണയ്ക്കിരിക്കുന്നൊരു കേസാണ്. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ജയരാജനാണ്, പിന്നെ മറ്റൊരാളിപ്പോൾ ശിവൻകുട്ടി മന്ത്രിയാണ്. അങ്ങനെ വിചാരണയിലിരിക്കുന്ന ഒരു കേസിലെ പ്രതി തൻ്റെ ചെയ്തി തെറ്റാണെന്ന് പറയുക, ബാക്കിയുള്ളവർ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, ഇത് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചാണെന്നൊക്കെയാണ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ ജലീലിൻ്റെ ഈ മാപ്പ് പറച്ചിൽ അല്ലെങ്കിൽ ഏറ്റുപറച്ചിൽ എങ്ങനെ നമുക്ക് കാണാം? അതെ, ജലീൽ ആ പറഞ്ഞതിലും ഒരാത്മാർത്ഥ്യമൊന്നുമില്ല. ജലീലിന് വികാര വിക്ഷോഭം ഉണ്ടാകേണ്ട ഒരു സംഭവവും അവിടെ ഉണ്ടായിട്ടില്ല. ഈ സംഭവങ്ങളുടെ കാതൽ ആളുകൾ മറന്നു പോകുന്നതുകൊണ്ടാണ്. എന്തായിരുന്നു അന്ന് ബഹളം? KM മാണിയെ കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കില്ല. അപ്പം നിങ്ങൾ അങ്ങോട്ട് മെക്കിട്ട് കയറി ബഹളം വയ്ക്കുകയാണ്, അല്ലാതെ ഭരണകക്ഷി ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് വെല്ലുവിളിക്കുക. അവിടെ ഒരു ചെറിയ സംശയം ഞാൻ ചോദിക്കട്ടെ, ജലീൽ വ്യക്തിപരമായിട്ടല്ലോ, അത് CPM-ൻ്റെ അല്ലെങ്കിൽ LDF-ൻ്റെ തീരുമാനപ്രകാരമാണ് അതുണ്ടായത്. അലമ്പണം മാണിയെ തടയണമെന്ന് തീരുമാനിച്ചു. അതിനെ ഇപ്പോൾ ജലീൽ തള്ളി പറയുക? അല്ല, അതിന് തള്ളിപ്പറയുക മാത്രമല്ല, എനിക്ക് പറയാനുള്ളത്, ജലീൽ വികാരവിക്ഷുബ്ധനാവാനുള്ള ഒന്നും തന്നെ അവിടെ സംഭവിച്ചില്ല. ഇപ്പം മാണിയെ കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുകയില്ല, അത് കായികമായിട്ട് തടയും എന്ന് ഇടതുപക്ഷ മുന്നണി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ജലീലിനെ പോലെയുള്ളവൻ്റെ വിവേകം അവിടെ പ്രവർത്തിക്കണമായിരുന്നു. ഇത് തലേദിവസം തന്നെ എടുത്ത തീരുമാനമാണില്ല, പിറ്റേ ദിവസം നടപ്പാക്കുന്നു. എല്ലാവരും അങ്ങോട്ട് ഓടിപ്പോയി മാണിയെ തള്ളി മാറ്റാൻ നോക്കുന്നു, ആകെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം. ജലീലിനെ അനങ്ങാതിരിക്കാം. ജലീലിന് വികാര വിക്ഷോഭം ഉണ്ടാവണമെങ്കിൽ ജലീലിൻ്റെ മേത്താരെങ്കിലും തൊടുകയോ തള്ളുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ജലീൽ അങ്ങോട്ട് പോകാതിരുന്നാൽ പോരെ? എത്രയോ MLA-മാർ അതിനകത്ത് പെടാത്തവരുണ്ട്. ഈ ഉന്തും തള്ളും ബഹളത്തിലൊക്കെ പെട്ട കുറച്ച് MLA-മാരല്ലേ ഉള്ളൂ. അതിലെത്രയോ കൂടുതൽ MLA-മാർ ഇതിൽ പങ്കെടുക്കാതെ ഇരുന്നവരുണ്ട്. അക്കൂട്ടത്തിൽ ഇരിക്കാമായിരുന്നു ജലീലിന്. അപ്പോൾ ജലീൽ എന്ന് പുള്ളിക്ക് അപ്പോൾ ജലീൽ അന്ന് മനഃപൂർവ്വം ഹീറോയാകാൻ ശ്രമിച്ചു. CPM-ൻ്റെ വികാര വിക്ഷുബ്ധതയുടെ പേരിലല്ല, കാൽക്കുലേറ്റഡ് മൂവ്മെൻ്റ് ആയിരുന്നു അത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് മോശമായിപ്പോയി എന്നൊരു പക്ഷേ ജലീലിന് തോന്നുന്നുണ്ടാകും. അന്ന് വികാരത്തിൻ്റെ പുറത്ത് ചെയ്തതല്ല, കാൽക്കുലേഷൻ്റെ പുറത്ത് ചെയ്തതാണ്. പക്ഷെ എനിക്ക് അവിടെ ഒരു സംശയം, ഈ തിരിഞ്ഞു നോക്കുമ്പോൾ മോശമായി എന്ന് തോന്നിയത് കൊണ്ടാണോ? ഇപ്പോൾ അൻവർ ഒരു ചാവേറിനെ പോലെ വരുന്നു. ചാവേർ എന്നുള്ള പദം ജലീലിൻ്റെയാണ്. ചാവേറുകളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അൻവറിൻ്റെ തോക്ക് ഇപ്പോൾ വന്ന് പിണറായിക്കെതിരാണ്. പിണറായിയും ജലീലുമായിട്ട് നല്ല ബന്ധമല്ല. അപ്പോൾ അൻവറിനെ സപ്പോർട്ട് ചെയ്ത് ജലീൽ വരുന്നു, കാരാക്കിട് റസാക്ക് വരുന്നു. എന്നിട്ട് അന്നത്തെ തീരുമാനം, പിണറായി വിജയൻ്റെ കൂടെ തീരുമാനമാണ് മാണിയെ തടയുക എന്നുള്ളത്. അതിനെ തള്ളി പറയുന്ന അത്ര നിഷ്കളങ്കമാണോ? അല്ല, നിഷ്കളങ്കം ഒരുപക്ഷെ അതിൽ രാഷ്ട്രീയ ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടാവാം, പക്ഷേ അതിലൊരു സത്യസന്ധതയില്ല. ജലീൽ വികാര വിക്ഷുബ്ധതയുടെ പുറത്ത് ചെയ്തതല്ല, അത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തതാണ്. അതുകൊണ്ടാണ് ആ കേസ് ഇവർ പിൻവലിക്കാൻ സഹസ്രം പറ്റിയില്ല, നടന്നില്ല. കീഴ്ക്കോടതിയിൽ തോറ്റു, ഹൈക്കോടതിയിൽ തോറ്റു, സുപ്രീം കോടതിയിൽ തോറ്റു. കേസ് വിചാരണ നടന്നേ പറ്റുള്ളൂ. പിന്നെ ജലീൽ ഇങ്ങനെ എഴുതി എന്നുള്ളത് കൊണ്ട് ജലീലിനെ കുറ്റവിമുക്തനൊന്നും ആക്കാൻ പോകുന്നില്ല. കാരണം അത് പ്രിവെൻഷൻ ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് പ്രോപ്പർട്ടീസ് ആക്ട് PDPP ആക്ടിൻ്റെ പുറത്താണ് ആ കേസ് എന്നാണ് എൻ്റെ ധാരണ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഈ സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള ആർഗ്യുമെൻ്റ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. പ്രോസിക്യൂഷൻ തന്നെ ഇവരെ അഡ്വൈസ് ചെയ്യും, വെറുതെ വേണ്ടാത്ത ഇഷ്യൂസ് റേസ് ചെയ്യരുത്. കാരണം ഈ കേസിൽ വാദിഭാഗവും പ്രതിഭാഗവും പ്രോസിക്യൂഷനാണ്. അല്ലേ? അതെ അതെ. MLA-മാർക്ക് വേണ്ടി ഹാജരാവേണ്ടത് സ്വകാര്യ വക്കീലന്മാരാണെങ്കിലും MLA-മാർ ഇതിൻ്റെ അസംബ്ലിയുടെ ഒരു ഭാഗമാണ് അവർ. അപ്പോൾ അതുകൊണ്ട് പരസ്പരം സംസാരിക്കുക. അവർ പറയും
ആ പോയിൻ്റ് റേസ് ചെയ്യരുത്, ഇങ്ങനൊരു സംഭവമേ നടന്നില്ല എന്ന് റേസ് ചെയ്യരുത്. അത് വലിയ ദോഷമാകും കോടതി. ഒന്ന്, ആ ആർഗ്യുമെൻറ്റ് മുക്കും കുത്തി വീഴും, മാത്രമല്ല പിന്നീടുള്ള ആർഗ്യുമെൻറ്റിൻ്റെ വിശ്വാസ്യതയും കൂടെ അത് തകർക്കും. ഇതിലൊക്കെയാണ് ഇവർ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യാവുന്നത് വിചാരണ നീട്ടി കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യാം. ജലീൽ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ, അത് പുള്ളി ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ ഇതേ സ്റ്റാൻഡ് കോടതി വരുമ്പോൾ ഒരു കൺഫഷൻ, ഞാൻ കുറ്റസമ്മതം നടത്തിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു, എനിക്കതിൽ ഖേദമുണ്ട് എന്ന് ജലീൽ പറയണ്ടേ? അങ്ങനെ പറഞ്ഞാൽ അത് ജലീലിനെ ഒഴിവാക്കി കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ചാൽ ശിക്ഷ ഒഴിവാകത്തൊന്നുമില്ല. പക്ഷെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസിനെ എങ്ങനെ ബാധിക്കും? മറ്റുള്ളവരുടെ സ്റ്റാറ്റസിനെ അത് ബാധിക്കും, തീർച്ചയായും ബാധിക്കും. കൂട്ടത്തിലുള്ള ഒരാൾ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞാൽ കൂട്ടുപ്രതികൾക്ക് അതിൻ്റെ ദോഷം വരും. ശിവൻകുട്ടിക്ക് മന്ത്രി ആയതുകൊണ്ട് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അല്ല, ഇത് വിചാരണ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന ഇത് അതാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇത്രയും പ്രതികളൊക്കെ ഉണ്ടല്ലോ, ഞാൻ തിരക്കാണ് അങ്ങനെയാണ് പറഞ്ഞാൽ ഇങ്ങനെ വിചാരണ വർഷങ്ങളോളം നീട്ടിക്കൊണ്ട് പോകും. അതിനിടയ്ക്ക് ഓരോരുത്തരും മരിച്ചു പോകും, വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇതല്ലാതെ വേറെ അവർക്കൊന്നും ചെയ്യാനില്ല. ശിവൻകുട്ടി ഇപ്പോൾ തന്നെ പറഞ്ഞു അത് ജലീലിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന്. അതെ, ശിവൻകുട്ടി ഇതിൻ്റെ അപകടം ശിവൻകുട്ടിക്ക് അറിയാം. ഇയാൾ സമ്മതിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം ശിവൻകുട്ടിക്കും വരും എന്ന് അറിയാം. ഇവർ കൂട്ടായിട്ട് ചെയ്തതാണല്ലോ. അതിലൊരുത്തൻ ചെയ്തത് മോശമായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചെയ്തതും മോശമാണെന്ന് അയാൾക്ക് അഭിപ്രായമുണ്ടെന്നൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനം. അത് വിചാരണയിൽ ഇവർക്ക് വലിയ ശ്വാസം മുട്ടലുണ്ടാകും. എനിക്ക് രസകരമായിട്ട് തോന്നിയത് ഈ പോസ്റ്റ് വന്ന ഉടനെ VT ബൽറാം ഒരു പോസ്റ്റ് എഴുതി, ജലീലിൻ്റെ ആത്മാർത്ഥതയിൽ സന്തോഷമുണ്ട്, പക്ഷേ ജലീലിൻ്റെ ഈ സത്യസന്ധത, നിഷ്കളങ്കത, ആത്മാർത്ഥതയൊന്നും ജയരാജൻ്റെ പക്കൽ നിന്നും ശിവൻകുട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നിരുന്നു. ഇറ്റ്സ് എ മൈനർ തിങ് ഇൻ കോൺഗ്രസ്. VT ബൽറാം എന്ത് പറഞ്ഞാലും വെറുതെ അത് വിടുക. ഈ ജലീൽ ഇങ്ങനെ പറഞ്ഞത് ഈ കേസിൽ ഒരു അതിനെ അഫക്റ്റ് ചെയ്യും. പക്ഷെ അതിനകത്ത് ഈ ഇപ്പോഴെ നടക്കുന്ന CPM-ലെ ഈ ആന്തരിക ഇൻസൈഡ് കലാപം ഉണ്ടല്ലോ, ചിലർ പറയുന്ന പോലെ CPM-ലെ മാപ്പിള ലഹള, ആ മാപ്പിള ലഹളയുടെ ഭാഗമാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. അതാകാം. കാരണം ഒരു പൊളിറ്റീഷ്യൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടാകാം. അപ്പോൾ ഇതും അതിൻ്റെ ഒരു ഭാഗമാകാം. ഞാൻ ഈ കേസിൽ ഞാൻ തിരിഞ്ഞു നിൽക്കുകയോ എല്ലാവരും കുടുങ്ങും എന്നൊക്കെ പറയും. ഈ ഇങ്ങേര് തിരിഞ്ഞു നിന്നാൽ ബാക്കിയുള്ളവർ കുടുങ്ങുക എന്നൊക്കെ പറയുന്ന ഒരു ഡിസ്റ്റൻറ്റ് ഇവൻ്റാണ്. സ്വപ്നം മാത്രമാണ്. അല്ല, സ്വപ്നം മാത്രമെന്ന് ഞാൻ പറയില്ല. ബട്ട് ഈ വിചാരണ ഇതിൻ്റെ നീട്ടിക്കൊണ്ട് പോകാൻ ഒരുപാട് തന്ത്രങ്ങളുണ്ട് കോടതിയിൽ. അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. 5, 10, 15 വർഷമൊക്കെ കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അത് വെച്ചിട്ട് അവർ പേടിക്കാനൊന്നും പോകുന്നില്ല. ബട്ട് ശിവൻകുട്ടി അത് പെട്ടെന്ന് ഒരു മറുപടി കൊടുത്തു, വ്യക്തിപരമാണെന്ന്. നമ്പർ 2, ഈ ഫേസ്ബുക്കിലിടുന്ന സാധനങ്ങൾ നാളെ ഡിലീറ്റ് ചെയ്യപ്പെടുകയോ എൻ്റെതല്ല എന്ന് പറയുകയോ, ഞാനല്ല, അതിപ്പോൾ എൻ്റെ ഒരു അഡ്മിൻ ഒരു പയ്യനെ വെച്ചിരുന്നു, അവനാണ് ഇട്ടത്, അത് മോശമായി. അതിപ്പോൾ പറയണം, അല്ല കോടതി പോയിട്ട് പറഞ്ഞാൽ പോരാ. അതിപ്പോൾ അന്ന് വേണമെങ്കിലും പറയാം. കാരണം ഇത് കണ്ട ആളുകൾ അന്നും ഉണ്ടാവുമെന്ന്. ഇപ്പോൾ അവരെ വിളിച്ച് വിചാരണ ചെയ്ത് സുക്കർബർഗിനെ വിളിച്ച് വിചാരണ ചെയ്യാനൊക്കെ പറ്റുമോ? അത് ഇറ്റ്സ് എ ഡിഫെൻസ്. നിങ്ങൾ ക്രെഡിബിലിറ്റിയെ ബാധിക്കല്ലേ ജലീലിൻ്റെ? ബാധിച്ചോട്ടെ, ക്രെഡിബിലിറ്റിയല്ലേ ബാധിക്കുന്നത്, കേസിനെ ബാധിക്കുന്നില്ല. അത് നിയമത്തിൽ എന്താ, ക്രിമിനൽ നിയമത്തിൽ സംഭവിക്കുന്നത്, അത് നാരോ ഡൗൺ ചെയ്തിട്ട് ഇയാളാണ് ഈ കുറ്റം ചെയ്തത്, ഇയാളല്ലാതെ വേറെ ആരുമല്ല, ഇയാൾ തന്നെയാണ്. മറ്റേ ജഗതിയുടെ ഡയലോഗില്ലേ, എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. പക്ഷെ ഈ 3 ഫാക്ടർ നിങ്ങൾക്ക് ക്രിമിനൽ കേസിൽ തെളിയിക്കണം. അപ്പോൾ ബാക്കി നിങ്ങൾ ഫേസ്ബുക്കിൽ എന്തിട്ടു, നിങ്ങളുടെ പബ്ലിക് ക്രെഡിബിലിറ്റി, ഇതൊന്നും കോടതിയിൽ ബാധകമല്ല. കോടതി ഇത് മാത്രമേ നോക്കുകയുള്ളൂ. നോക്കിക്കഴിയുമ്പോഴത്തേക്ക് പോസ്റ്റില്ല, അല്ലെങ്കിൽ കമൻ്റ് ഇല്ല, ഡിലീറ്റ് ചെയ്തു, പിന്നെ കമൻ്റ് ഉണ്ടായിരുന്നെന്നും അത് ഡിലീറ്റ് ചെയ്തതാണെന്നും തെളിയിക്കണം. അത് അതിലും വലിയ തലവേദന. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാനതിൻ്റെ ഈ ശിക്ഷ കിട്ടുമോ ഇല്ലയോ എന്നുള്ള അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജലീൽ ഒരു മാസം മുമ്പ് പറഞ്ഞു ഞാനിനി മത്സരിക്കാനില്ല, പാർലമെൻ്ററി രാഷ്ട്രീയം വിട്ടു. അതിനുശേഷം പതുക്കെ പിണറായി വിജയനിൽ നിന്ന് പിണറായി അകറ്റി എന്ന് പറയുന്നു. കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ്റെ സഹകരണ ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ടാണല്ലോ ജലീൽ പത്രസമ്മേളനം നടത്തുകയും പിണറായി ശാസിക്കുകയും ചെയ്തു എന്നും പിന്നെ അകൽച്ച ഉണ്ടായി എന്നൊക്കെ പറയുന്നു. ഏതായാലും പിണറായിയുടെ ഗുഡ് ബുക്കിലും പിണറായിയുടെ കൂടെയും ഇപ്പോൾ ജലീലിനെ കാണുന്നില്ല. ജലീൽ ഇപ്പം അൻവറിനെ ചാവേറെന്ന് വിളിക്കുന്നു.
അവിടെ ഒരു നെക്സസ് ഇവരൊക്കെ തമ്മിൽ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി ഈ സ്റ്റേറ്റ്മെൻറ്റ് അത്ര നിരുപദ്രവപരമാണോ അതോ എന്നാണ് ഒരു സംശയം എനിക്ക് പിന്നെയും ബാക്കി നിൽക്കും. അല്ല, രാഷ്ട്രീയമായിട്ട് നിരുപദ്രവമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയക്കാരൻ ഒരു കമൻ്റ് അടിക്കുമ്പോൾ അതിന് പല അർത്ഥങ്ങളും ഉണ്ടാകും. ഈ പറഞ്ഞ അർത്ഥങ്ങൾ മുഴുവൻ അതിനകത്തുണ്ടാവാം. ഉണ്ടെന്ന് ഞാൻ പറയുകയില്ല, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജലീൽ രാഷ്ട്രീയക്കാരനാണ്, സമർത്ഥനായ രാഷ്ട്രീയക്കാരനാണ്. സിമിയിൽ തുടങ്ങി മുസ്ലിം ലീഗിൽ വന്നു, മുസ്ലിം ലീഗിൽ നിന്ന് മാറി സ്വതന്ത്രനായിട്ട് തവനൂര് 2 or 3 തവണ ജയിച്ച് ഒക്കെ ചെയ്യണമെങ്കിൽ സാമർഥ്യമുള്ള ആളാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അതെ. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ എനിക്ക് തോന്നുന്നത് മറ്റേ ഒരു ആരോപണം വന്നല്ലേ കുഞ്ഞാലിക്കുട്ടി. ആ സമയത്ത് ഒരു തവണ കുഞ്ഞാലി തോൽപ്പിച്ചു എന്നുള്ളതല്ലാതെ കുഞ്ഞാലിക്കുട്ടിയെ അണ്ടർ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, NTP എന്ന് പറയുന്നത്, നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ കുഞ്ഞാലിക്കുട്ടിയെ ജയിപ്പിക്കാനുള്ള ആംബിയറൊന്നും തോൽപ്പിക്കാൻ. അന്ന് ഓൾറെഡി കുഞ്ഞാലിക്കുട്ടി മുറിവേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ ഒരു അമ്പ വെച്ചു, ജയിച്ചു. അങ്ങനെയാണ് അത് സംഭവിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. വേങ്ങരയിലോ മറ്റോ. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 24,000. അതെ അതെ. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ചെറിയ മീനൊന്നുമല്ല. അതെ. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ ഒരു തവണ തോൽപ്പിച്ചു, അതുകൊണ്ട് ഞാൻ മഹാനാണെന്ന് സംഭവം. ഈസ് എ ക്ലവർ പൊളിറ്റീഷ്യൻ ജലീൽ. ജലീൽ ഈ CPM വൃത്തത്തിൽ നിന്ന്, ഭ്രമണപഥത്തിൽ നിന്ന് അകന്നു പോവുകയാണോ? അങ്ങനെ പറയുന്നുണ്ട്. മാതൃപേടകത്തിലേക്ക് മടങ്ങുന്നു എന്നൊക്കെ. അതുകൊണ്ടാവും. ദാറ്റ് ഈസ് ഓൾസോ വൺ സ്ട്രാറ്റജി. അത് ഈവൻ PV അൻവറിനെ പറ്റിയുണ്ട്. അതെ. UDFിലേക്ക് പോകാനുള്ളതിൻ്റെ തുടക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് UDF എടുക്കുകയും ചെയ്യും. UDFിൽ വന്നാൽ പിന്നെ അദ്ദേഹം മതേതരനായി, നല്ല മനുഷ്യനായി, എല്ലാമായില്ല. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും. ഇതിലേത് രണ്ടുപേരും പൗലോസാണ്. LDFും UDFും പൗലോസാണ്. LDFിലേക്ക് പോയി കഴിഞ്ഞാൽ സുനിൽ അവിടെ പരിശുദ്ധനാകും. UDFിലേക്ക് പോകുമ്പോൾ അവർ ആനാം വെള്ളം തളിച്ച് പരിശുദ്ധനാക്കും. ഇങ്ങനെ അതുകൊണ്ട് ജലീൽ എങ്ങോട്ട് പോയി കഴിഞ്ഞാലും, അൻവർ എങ്ങോട്ട് പോയി കഴിഞ്ഞാലും പരിശുദ്ധനാകും. അപ്പോൾ എന്തൊക്കെയോ സംഭവിക്കാനുണ്ട്. ഇപ്പം വെറും ട്രെയിലറാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് ഗെയിം. ഒരു ഡേഞ്ചറസ് ഗെയിമാണ്. ഒരു സാധാരണ ആൾ കാലുമാറുന്ന രീതി ആയിരിക്കില്ല LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇവരോട് കാണിക്കുന്നത്. കാരണം ഇവർക്ക് സ്വയം ഞാനൊരു കാര്യം പറയട്ടെ, PV അൻവർ ആ ഫോൺ സംഭാഷണം പുറത്തു വിട്ടതോടെ ആ മനുഷ്യൻ ആരെങ്കിലും അങ്ങേർക്ക് ഫോൺ ചെയ്യുമോ ഇനി? അതെ, സൂയിസൈഡ് അല്ലായിരുന്നു അല്ലേ? അങ്ങേര് പബ്ലിക്കായിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പരാതികൾ അയക്കുമെന്ന് ആരെങ്കിലും അയക്കുമോ? 150 പരാതി ഇപ്പോൾ തന്നെ കിട്ടിയെന്നാണ് പറയുന്നത്. അങ്ങേരുടെ കുറേ ശിഷ്യന്മാരുണ്ട്, ആരെങ്കിലും അയച്ചു കാണും. മാത്രമല്ല അത് നിയമവിരുദ്ധമായ പരിപാടിയാണ്. ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കുന്നു. അവർ പോലീസ് കംപ്ലയിൻറ്റ് സെല്ല് എന്തിനാ? പോലീസിനെ പറ്റി നിങ്ങൾക്കുള്ള പരാതികൾ അറിയിക്കേണ്ടത് പോലീസ് കംപ്ലയിൻറ്റ് സെല്ലിലാണ്. യു കനോട്ട് ഹാവ് വേറൊരു പരാതി പരിഹാര സെല്ലുണ്ടാക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. സത്യത്തിൽ നിയമവിരുദ്ധമായൊരു കാര്യമാണ് അൻവർ ചെയ്യുന്നത്. ടെലഫോൺ ചോർത്തി എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണല്ലോ. ടെലഫോണിന് അതൊരു നിയമവിരുദ്ധമല്ല. റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് ചോർത്തിയതല്ല. ചോർത്തി എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതായത് സൈബർ സെല്ലിൽ നമ്മുടെ ADGP ഇത് ചോർത്താൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലൊന്നും ഞാനും സ്വീകരിച്ചു, അതിന് ഞാൻ മാപ്പ് പറയുന്നു എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് കുറ്റകരമാണ്. ചോർത്തുന്നതെന്ന് വെച്ചാൽ 2 പേർ തമ്മിലുള്ള സംഭാഷണം മൂന്നാമൻ എടുക്കുമ്പോഴാണ് ചോർത്തലാവുന്നത്. മറ്റത് വെറും റെക്കോർഡിംഗ് ആണ്. ഞാനും സുനിലും സംസാരിക്കുന്നു, ഞാൻ റെക്കോർഡ് ചെയ്യുന്നു, സുനിൽ അറിയില്ല. ADGP അജിത് കുമാറിൻ്റെ ഭാര്യ സഹോദരൻ, ദുബായിലുള്ള ഇടനിലക്കാരൻ, ഇവർ 3 പേരും സംസാരിക്കുന്നത് പുള്ളി ചോർത്തി എന്നാണ് പറയുന്നത്. ചോർത്തി എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ, അത് പുറത്ത് വിട്ടിട്ടൊന്നുമില്ല. ചോർത്തിയോ ഇല്ലെന്ന് ആർക്കറിയാം? ഇതൊക്കെ നിൻ്റെ ഫോണൊക്കെ എൻ്റെ കയ്യിലുണ്ടാ, നിൻ്റെ വാട്സാപ്പ് മെസ്സേജും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞൊരു പൊങ്ങച്ചോ ആകാം. അത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഒരു തേർഡ് പാർട്ടിക്ക് ചോർത്താൻ. ബട്ട് ഈ കൺസെൻറ്റ് ഇല്ലാതെ റെക്കോർഡ് ചെയ്യാൻ പോസിബിളാണ്. അറിയാം, 2 പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാൾക്ക് റെക്കോർഡ് ചെയ്യാൻ, 2 പേർക്കും റെക്കോർഡ് ചെയ്യാം. ബട്ട് മൂന്നാമതൊരാൾക്ക് അത് ചോർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംവിധാനങ്ങൾ വേണം, അല്ലെങ്കിൽ സംവിധാനങ്ങൾ വേണം. ഏതായാലും വെരി ഡിഫിക്കൽട്ട്. മോദി പറഞ്ഞതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്, പിക്ചർ അബീബി ബാക്കിയെ പിക്ചർ ഹമേശ ബാക്കി രഹേഗ. നമുക്ക് നോക്കാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.